എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സോളന്റ് 2 എന്ന അനിമയുടെ എപ്പിസോഡ് 55. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ യുഹാവ അവൻ ഇത്രയും നാൾ അവന്റെ റൂം ഷെയർ ചെയ്തിരുന്നത് കൂടെ ഉണ്ടായിരുന്നത് വാങ്ടോങ് ഒരാണല്ല പെങ്ങായ വാങ്ടോങ്ങർ ആയിരുന്നു എന്ന് ആ സത്യം മനസ്സിലാക്കി. അവിടെ ഉള്ളവർ അവരുടെ പ്രതീക്ഷ പോയി എന്നൊക്കെ മനസ്സിലായി. എങ്ങനെയാണെങ്കിലും ഇതെല്ലാം ബാക്കിയുള്ളവർക്ക് അറിയാമായിരുന്നു എന്നതാണ് വേറൊരു കാര്യം. അവൻ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. അവനങ്ങനെ അതിൽ ജയിച്ചു. ബാക്കിയുള്ളവർക്ക് ഹാപ്പി. ഷവിയനെ ബേബി മിസ്സും ചെയ്യുന്നുണ്ട്. യുവാനോട് ഷൗഷി യുഹാവന്റെ സ്പിരിറ്റ് സോള് ആ സോൾ സ്പിരിറ്റ് അതിന്റെ കാര്യം ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, ഇപ്പോൾ അവർ പുതിയ കപ്പിളാണ്, അത് എൻജോയ് ചെയ്യട്ടെ. സീഗോഡ് പൗലിയ മീറ്റിംഗ് നാളെയാണ്, അപ്പൊ ചോദിക്കാം. അത് കഴിഞ്ഞ് അവർ ഒരു ലേക്കിലൂടെ പോകുന്നതാണ്. യുഹാവ അവളെ ഡോങ്ങർ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സമ്മതിച്ചു. എന്നിട്ട് സോറി പറയുന്നുണ്ട്. അവളുടെ ജെൻഡർ അത് ഹൈഡ് ചെയ്തതിന് അവനതിന് അത് നന്നായി, ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടില്ലായിരുന്നു. അവ പ്രപ്പോസ് ചെയ്യുമ്പോൾ ആദ്യം പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കൈ കൊടുത്തു. അവളെ പൊന്നുപോലെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ മൊമെന്റ് അതെല്ലാം ടാങ്സനേഷ്യാവും കാണുന്നുണ്ട്. അതങ്ങനെ കുറച്ചു നേരം അവൻ തന്നെയാണ് എൽഡർ സിസ്റ്റർ, വേറെ ആരുമില്ല എന്നത് പറഞ്ഞു. എന്നാൽ അവളെ പോലെ തന്നെ ഒരാളെ ശ്രക്ക് സിറ്റിയിൽ അവളുടെ പേര് ക്യുങ്ങറാണ്. ക്യൂറാണ് ആ ക്യുങ്ങർ തന്നെ പറയാം. അവൾക്ക് മനസ്സിലായില്ല. ടായ് കൊടുത്ത പൗച്ച് അത് അവന് കൊടുത്തിട്ട് അവളുടെ അച്ഛൻ സീൽ ചെയ്തതാണ്. ഇതിപ്പോൾ അല്ല റൈറ്റ് ടൈം ആകുമ്പോൾ തുറക്കെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് റൂമിലേക്ക് പോയി. ഇപ്പോൾ അതൊരാ ആണല്ലോ പെണ്ണാണല്ലോ പുറത്താക്കി. ഞാൻ മറന്നു. പിറ്റേന്ന് അവ എഴുന്നേറ്റ് സീഗോഡ് പൗലിൻ ആദ്യമായിട്ട് ആണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്. കുറെ നേരം ഉറങ്ങിപ്പോയി. അവന് ട്രെയിനിങ്ങിനായിട്ട് പോകുന്ന വാങ്ടോങ്ങിനെ കാണണം എന്നാണ് മനസ്സിലായി. വാങ്ടോങ്ങർ എന്നാണ് വാങ്ടോങ് തന്നെ പറയാം. അതിന് കണ്ണുറക്കുമ്പോൾ ഷാവോശി കാര്യം അവരെ മീറ്റിങ്ങിനായിട്ട് കൊണ്ടുപോകാൻ വിളിച്ചതാണ്. അങ്ങനെ അതിനുവേണ്ടി മീറ്റിങ്ങിന് വെച്ചതുപോലെയാണ് അവന് വേണ്ടി അതിനായിട്ട് പോകുന്നു. വാങ്ടോങ് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വരുന്നു. ശ്രക്ക് തിരിച്ചു വന്നു. ഇനി ടാങ് സെറ്റ് പഴയതുപോലെ ഉയർത്തിടുക. അതിനുശേഷം മീറ്റിങ്ങിൽ അവിടെ പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരും ഉണ്ട്. യുഹാവ താമസിച്ചതിൽ സോറി പറയുന്നു. അവനത്തിൽ കുഴപ്പമില്ല, സോൾ സ്പിരിറ്റിനെ പറ്റി പറയാനാണ്. അവർക്ക് അതിനെ പറ്റിയാണ് അറിയേണ്ടത്. അവന് പറയാനായിട്ട് തുടങ്ങി. അവന്റെ മാർഷൽ സോൾ, സോൾ ബോൺ, സോൾ റൂം എല്ലാം കൂടിയുള്ള സ്വന്തമായിട്ട് ചിന്തിച്ച മാസ്റ്ററിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ് സോൾ സ്പിരിറ്റ്. ഷൂനുവിനെ കാണിച്ചിട്ട് എനിക്ക് കുറച്ച് സീക്രട്ട് ഉണ്ട്, ഈവൻ അവന്റെ ടീച്ചറായ മോയന് പോലും അറിയാത്ത കാര്യങ്ങൾ. അത് കേട്ട് അവര് ഷോക്ക്. അവന്റെ സോൾ സിയില് മറ്റൊരു ടീച്ചർ കൂടി ഉണ്ടായിരുന്നു, ലലൈക്കിസി എന്ന നെക്രോമൻസർ. പിന്നെ അവന്റെ ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നിട്ട് തുടങ്ങി. എന്റെ 100 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. ആ സ്പിരിച്വൽ കോൺഷ്യസ്നെസ്സിലുള്ള മറ്റൊരു റിയൽ അതിലുള്ള പവർ ഫുൾ പവറായ ആളാണ്. അല്ലെങ്കിൽ സ്നോ ഗോഡ്സ് രണ്ടും നോർമൽ സോൾ മാസ്റ്ററിനേക്കാൾ പരിധിക്ക് അപ്പുറമാണ്. 16 വർഷങ്ങൾ മുൻപ് ആൻസെസ്റ്ററായ ടാങ്സൺ ഒരു യുഗം തന്നെ ഉണ്ടാക്കി. ഇപ്പൊ യുഹാവോ നിന്റെ ടീച്ചർ കൂടി ചേർന്ന് മറ്റൊരു യുഗം ഉണ്ടാക്കാൻ പോകുന്നു. ടാങ്സൺ ഉൾപ്പെടെ എല്ലാവരുടെയും ആഗ്രഹമാണ് എന്താണ് സോൾ ബീസ്റ്റ് സോൾ മാസ്റ്ററിനിടയിലുള്ളത് മാറി എല്ലാവരും ഒരുമിക്കാൻ. സോൾ റിങ്ങിന് വേണ്ടി സോൾ മാസ്റ്റർ കൊല്ലുന്നു, രണ്ട് സൈഡും കൾട്ടിവേഷന് വേണ്ടി കൊല്ലുന്നു. യുഹാവോ ഇപ്പോൾ സോൾ സ്പിരിറ്റ് ആ കോൺട്രാക്ട് അത് അവർക്ക് നൽകാം എന്ന് പറയുന്നു. അത് വാരിവിടാൻ കഴിയാത്ത ഒന്നാണ്. നെക്രോമൻസർ ഇതിനു വേണ്ടിയാണ് ആഗ്രഹിച്ചത്, അവന് കൊടുത്തത് തന്നെ. അവർ സമ്മതിച്ചു, അവർക്ക് സമ്മതമാണ്. അതുപോലെ തന്നെ സീഗോഡ് പോലെയല്ലേ കറണ്ട് ലോഡായ യുവാൻ അടുത്ത അവകാശിയായിട്ട് യുഹാവാനെ തെരഞ്ഞെടുത്ത. അത് കേട്ട് അവന് ഷോക്ക്. എല്ലാവരും സമ്മതിച്ച കാര്യമാണ്, മോയന്റെ തീരുമാനം കൂടിയാണത്. അവന് പിന്നെ ഓക്കെ പറഞ്ഞു. അതിനുശേഷം ഫ്രണ്ട്സ് നടന്നു പോകുന്നു. യൂസാൻഷോ യുഹാവനോട് ഓരോന്ന് പറഞ്ഞു വരുന്നു. നിനക്ക് ഇനി നോക്കി നടത്താൻ പാടാണല്ലോ, നിന്നെ പോലെയല്ല അവന് എന്ന് ഞാൻ. അതേപോലെ യുഹാവ കയട്ടു വന്ന് ഇനി ടാങ്സെറ്റിനെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അവന് പറയുന്നുണ്ട് ഇന്ന് ബേബി ഞാൻ എന്താ പറഞ്ഞേ, അവന് ഓരോ ടൈമിൽ ലവും കരിയറും നോക്കണം. അതായിട്ട് വാങ്ടോങ്ങിനാണ്. അത് കഴിഞ്ഞ് ടാങ് സെറ്റിലെത്തി. അവിടെ മറ്റേ ഞാൻ ഉണ്ടായിരുന്നു. യുഹാവനെ കണ്ട് സേവിയർ എന്നാണ് വിളിക്കുന്നത്. കാരണം അവിടെ ഹോളി ഗോസ്റ്റ് ചർച്ചിൽ നിന്ന് അവരുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചല്ലോ. അവരുടെ ചെറിയൊരു ബ്രാഞ്ചിൽ നിന്ന് അവരുടെ പാരന്റ്സിനെ ഫ്രീ ആക്കി. യുഹാവ എന്ന് നമ്മൾ ഫ്രണ്ട്സ് ആണ്, അങ്ങനെ കണ്ടാൽ മതി ശരിയെന്ന് പറഞ്ഞിട്ട് ബൈബൈവിനോട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും പറഞ്ഞു. ബൈബൈ പറഞ്ഞിട്ട് അവളെ പറഞ്ഞിട്ട് അതിനുശേഷം അവർ പോകാൻ ഇറങ്ങുന്നു. ടാങ് സെറ്റ് എന്ന് എഴുതിയത് വായിക്കുമ്പോൾ അവിടെ മോയൻ എഴുതിയിട്ടുണ്ട്. മോയിൻ ഇതിൽ വളരെ ഹോപ്പ് കൊടുത്തിരുന്നുണ്ട്. നിങ്ങൾ പോയ 2.5 വർഷം ഹാർഡ് വർക്ക് റീഎംബർ ചെയ്തു, നമ്മളെ വെറുതെ ഇരുന്നില്ല, നമുക്കായിട്ട് പ്ലേസ് കണ്ടെത്തി. അങ്ങനെ അതിനുള്ളിലേക്കും കയറി. അവിടെ 4 എൻഡേഴ്സിന്റെ സ്റ്റാച്ചു കാണാം. യുഹാവ മനസ്സിൽ ഷവ്യനെ ആലോചിക്കുകയാണ്. അവൾ ഓർത്ത് ബേബി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ബേബി ടാങ് സെറ്റ് എങ്ങനെയാണ് ഉള്ളത് എന്ന് പറയാനായിട്ട് തുടങ്ങി. ഇന്നർ കോട്ട് ഔട്ടർ കോട്ട്. ആദ്യത്തിൽ പ്ലാൻ മാനേജ്മെന്റ്, സോൾ ഗൈഡും പ്രൊട്ടക്ഷൻ അങ്ങനെ ഉള്ളത്. ഔട്ടർ കോട്ടിൽ ബാക്കിയുള്ള കോമ്പാറ്റ് സ്കില്ല് വളർത്തിയെടുക്കാനുള്ളത്. സോൾ ഗൈഡിങ്ങിന്റെ കാര്യങ്ങൾ യുഹാവ കൈയിട്ട് നോക്കണം. ഇനി ആൾക്കാരെ വരുത്താൻ യൂസാൻഷി അവനെ കണ്ട് വന്നോളുന്നു. അവ വാങ്ടോങ്ങിന്റെ പൊസിഷൻ ചോദിക്കുമ്പോൾ 65 വരെ കോമ്പാക്റ്റിന്റെ കാര്യങ്ങൾ നോക്കുന്നത് അവളാണ് എന്ന രീതിയിൽ ഷൗ പറയുമ്പോൾ എന്നാ സോൾഡറിന് 5 ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ തന്നെ അത് പിടിക്കാതിരിക്കുമോ എന്നായിരുന്നു അവളുടെ പേടിയാണ്. ഷൗ ഞാൻ ട്രെയിനിങ് ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കുന്നു. ട്രെയിനിങ് അല്ല ട്രേഡിങ്. വാങ്ടോഫ് കൂടി ഉണ്ട്. യുഹാവ കൊടുത്ത ക്രോസ് വേർഡ് മാപ്പ് ആ ബ്ലൂ പ്രിന്റ് അത് മാത്രമാണ് അവർ ഉണ്ടാക്കിയത്. അതുകൂടി ശ്രക്ക് സിറ്റിയിൽ വെറുതെ പൈസ കിട്ടി. അവർക്ക് പൈസ മാത്രമല്ല ടാങ് സെറ്റ് ഫേമസ് കൂടി ആക്കാനാണ്. ഇപ്പോഴാണ് പറയുന്നത് ശ്രക്ക് ലിംഗയുടെ ആയിട്ട് ഒരു അൺനോൺ ഫോഴ്സ് അത് വന്നതായിട്ട് അറിഞ്ഞു. അവർക്ക് മനസ്സിലായി. ഇതേപോലെ ഷിങ്കു ടൈൻഫുൻ അതുപോലെ ഡൗളിംഗ് എംപയറിനും വന്നിട്ട്
ചെയ്തിട്ടുണ്ട്. അവർക്ക് മനസ്സിലായത് അത് റിയു എംപയറിന്റെയാണ് എന്നതാണ്. അവർ എന്തോ വലുതൊന്ന് പ്ലാൻ ചെയ്യുന്നത് എന്നതാണ്. അവരുടെ ലക്ഷ്യം യുഹാവോയാണ് അവനെ കൊല്ലുന്നത്. എന്ത് തന്നെയായാലും ടാങ്ക് സെറ്റ് മുൻപേ കാണുമെന്ന് പറയുമ്പോൾ യുഹാവോ അതിന് ടാങ്ക് സെറ്റ് ഫുൾ സ്ട്രെങ്ത് റിവീൽ ചെയ്യാനുള്ള ടൈമല്ല. ബേബി ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വാങ്ഡോസിന്റെ അടുത്തേക്ക് യുഹാവോ വരുന്നു. അവളെ പോലെ സ്ട്രക്കിൽ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. ഷൂയി പറഞ്ഞത് വെച്ച് ഇന്നർ കോർട്ടിൽ വന്നു. അവളെ അതാണ് ആരാണ് എന്നറിയാനായിട്ട് പോവുകയാണ്. അവളെ അങ്ങനെ പോകുമ്പോൾ അവിടെ ഉള്ളവരാകട്ടെ ഓ ഇതാരാ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നു. അതുപോലെ വാക്യൂമിന്റെ മാറ്റി മാറ്റി കാണിക്കുന്നുണ്ട്. അങ്ങനെ അവർ സ്ട്രക്കിലേക്ക് അങ്ങനെ പോവാണ്. സ്ട്രക്ക് സിറ്റിയിലല്ല ഇന്നർ കോർട്ടിലേക്ക്. അവൾ സ്ട്രക്കിലേക്ക് രജിസ്റ്റർ ചെയ്യണം. അവൾക്ക് ട്രൂ ഐഡന്റിറ്റി അത് കാണിക്കണം. വാക്യൂമിന്റെ മാസ്ക് മാറ്റിയപ്പോൾ അവർ ഷോക്ക്. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങോട്ട് വാങ്ടോങ് വന്ന് അവളും കണ്ട് വാങ്കുങ്ങറിനും കണ്ട് രണ്ടുപേരും ഷോക്ക്. ഇത് എന്നെ പോലെ ഉണ്ടല്ലോ എന്ന മനസ്സിൽ രണ്ടുപേരും ഇതാരാ എന്ന രീതിയിൽ നിൽക്കണം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് എന്താകുന്നൊക്കെ ബാക്കി കാണാം. ഓക്കെ ബൈ.